Diku and Adil. Okay. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഭാഗം ഒന്ന് കാണാം. അപ്പം നമ്മൾ നിർത്തി വെച്ചത് ഫസ്റ്റ് പാർട്ടിൽ ആനക്കോട്ട കണ്ടിട്ടാണ് കേട്ടോ. നമ്മൾ പഴയുടെ രുചിയിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ആനക്കോട്ടയിൽ പോയിട്ട് ഇതേ ഇറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ ചാവക്കാട്ടിലേക്കാണ് പോണത്. അവിടെ നമുക്കൊരു ഫാം വില്ലി ഉണ്ട്, അവിടേക്കൊന്ന് കയറാം. അത് കഴിഞ്ഞിട്ട് അവിടെ ചാവക്കാട് തന്നെയുള്ള ബീച്ചിലേക്കും ഒന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഫാം വില്ല നമ്മുടെ മെറൈൻ വേൾഡ് ഇല്ലേ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മെറൈൻ വേൾഡിലേക്ക് ഒരു ട്രിപ്പ് വരുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കാണാൻ പറ്റിയതാണ് ഈ ഫാം വില്ല. അധികം നേരമൊന്നുമില്ല കേട്ടോ, ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ മാക്സിമം കാണാനുള്ള സ്ഥലമാണ് ഉള്ളത്. പക്ഷെ ഉള്ളത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെറൈൻ വേൾഡിലേക്ക് പോയ ഒരു ട്രിപ്പിൻ്റെ വ്ളോഗ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫാം വില്ലയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എൻട്രൻസിൽ തന്നെ നമുക്ക് ഇന്ന് ടിക്കറ്റ് മേടിക്കണം. ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. അത്യാവശ്യം നല്ല ചാർജ് ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടപ്പോൾ എടുത്ത് പറയാനുള്ളത് നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു മണമൊന്നുമില്ല. മൃഗങ്ങളുടെ സ്ഥലത്തേക്കാണ് പോകണമെന്ന് വെച്ചാൽ മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ പൊട്ട മണമൊന്നും ഇല്ലാണ്ട് നല്ല രസമായിട്ട് നല്ല നീറ്റായിട്ടൊക്കെ വൃത്തിയിലും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. മൃഗങ്ങളായാലും ശരി, അവിടെയുള്ള പരിസരങ്ങളായാലും. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഒട്ടകത്തിനെ കാണാം. ഒട്ടകത്തിനെ നമുക്ക് എല്ലാവരും തരും കേട്ടോ, ഒട്ടകത്തിനുള്ളത്. അപ്പോൾ നമുക്കത് അതിനെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് കുതിരയുണ്ട്, കഴുത ഒക്കെ ഉണ്ട്, ഒക്കെ നിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് പോവാം. അപ്പോൾ ഇവർ കഴുതയ്ക്കും ഇല കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കുതിരയ്ക്ക് കൊടുക്കണ്ട, കഴുതയ്ക്കും ഒട്ടകത്തിനും കൊടുത്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ഒട്ടകത്തിനും കഴുതയ്ക്കും ഇലകളൊക്കെ കൊടുത്തു. അപ്പോൾ ഈ വല്ലപ്പോഴൊക്കെ ഇല കഴിച്ചിരുന്ന ഭക്ഷണമൊക്കെ മരുഭൂമിയിൽ കഴിച്ച് നടന്നിരുന്ന ഒട്ടകം എന്തേ ഇപ്പോൾ സെക്കൻഡിന് എല്ലാവരുടെയും ഇല മേടിച്ച് കഴിച്ച് നിൽക്കുകയാണ് അവിടെ. പിന്നെ കഴുതയ്ക്ക് നമ്മൾ കൊടുക്കാൻ പോയപ്പോൾ അവിടെ തൊട്ടപ്പുറത്ത് തന്നെ കുതിര നിൽക്കണ്ടായിരുന്നു. കുതിര 2 കുതിരകളും പാവങ്ങൾ, അവർക്ക് കൊതിയായിട്ട് അവർ തലയിട്ട് പുറത്തേക്ക് അവർക്ക് വല്ലതും കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ അവർക്ക് കൊടുക്കണ്ട, കഴുതയ്ക്കും ആണ് കൊടുത്തോളാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് അവർക്ക് മാത്രം കൊടുത്തോളൂ. ഇവരുടെ ചിലപ്പോൾ വേറെ ഫുഡായിരിക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന ഇല പറ്റില്ലായിരിക്കും, അറിയില്ല എങ്ങനെയാന്ന്. അത്യാവശ്യം കഴിക്കാനുള്ള സ്നാക്സോ അല്ലെങ്കിൽ ജ്യൂസോ വെള്ളം പോപ്കോൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട്. പിന്നെ അവിടെ ഇതുപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആടിനൊക്കെ കൂട്ടിൽ എല്ലാം ഇട്ടേക്കുന്നുണ്ട്, അങ്ങനെ ഇതുപോലെ അഴിച്ചിട്ടുണ്ട് പുറത്ത്. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഓരോ പോപ്കോൺ വീതം ഓരോരുത്തർക്ക് തരും. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ആടിനെ ഫീഡ് ചെയ്യാം. ആട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിൽക്കണത്, ഒന്നും ചെയ്യൊന്നുമില്ലെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ആടുകളാണ്. പിന്നെ വലിയ കൊമ്പുള്ള ആടൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഒന്ന് ഉപദ്രവകാരികളല്ലാന്ന് തോന്നുന്നുണ്ട്. അതാണ് അവരിങ്ങനെ പുറത്തിട്ടേക്കുന്നത്. കുട്ടികളൊക്കെ അതിനെ ഉഴിയണൊക്കെ ഉണ്ട്. ഇതേ ഒരാട് അതിൻ്റെ ഒപ്പമുള്ളത് ഇതൊന്നും കഴിക്കാണ്ട് മരത്തിൻ്റെ തൊലിയൊക്കെ നിന്ന് കഴിക്കണ്ടായിരുന്നു.
നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുളമൊക്കെ നല്ല രസമായിട്ട് കണ്ട ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുതിരയുടെയും കഴുതയുടെയൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള വീടുകളായിട്ടുണ്ട്. പിന്നെ ഇതാണ് ഫ്രീക്ക് താറാവ്, ഫ്രീക്ക് മുടിയാണ് അതിൻ്റെ കേട്ടാ. ഇത് ഇങ്ങനെ ഒരു ബ്രീഡാണ് കേട്ടോ, അല്ലാണ്ട് അവർ ഇങ്ങനെ വെട്ടി കൊടുക്കണമെന്നൊന്നുമല്ല. അതുപോലെ തന്നെ വേറെ ഒരു ടൈപ്പ് കോഴി വരുന്നുണ്ട്, കാണിച്ചു തരാം. ഇത് എന്തോ ഒരു ടൈപ്പ് മുയലുകളാണ് കേട്ടോ. ഇത് ഈ സെക്ഷൻ മുഴുവൻ മുയൽ ആ ഒരു വർഗത്തിൽ പെടുന്ന പല ടൈപ്പ് സാധനങ്ങളാണ് കേട്ടോ, ജീവികൾ. അതിൻ്റെ പേരുകളൊന്നും അറിയില്ല. ഒക്കെ എല്ലാത്തിൻ്റെയും അതാത് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അതാത് കൂടുമ്പോൾ ഇന്നതാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കൈയിടാൻ പാടില്ലാത്തതൊക്കെ എഴുതിയിട്ടുണ്ട് അവർ. കൈ തൊടരുത്, ചിലത് കടിക്കണതൊക്കെ ഉണ്ട് ജീവികൾ. അപ്പോൾ അതിൽ തൊടരുത്, കടിക്കും എന്നങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് കണ്ട ഗിനി കുട്ടിയുടെ പോലെയൊക്കെ തോന്നുന്നുണ്ട്, ഗിനിപ്പന്നിയില്ലേ അതിൻ്റെയൊക്കെ ഒരു ചായ ഉണ്ട്. പക്ഷെ എല്ലാവരും മയക്കത്തിലാന്ന് തോന്നുന്നു, അനങ്ങാണ്ട് കിടക്കായിരുന്നു. പിന്നെ ഇനി ഇതാണ് നമ്മുടെ ഗൂസ്. നമ്മൾ കഥകളിലൊക്കെ കേട്ടില്ലേ, ഗൂസിനെയാണ് നേരത്തെ കണ്ടത്. പിന്നെ പൂച്ചകളുണ്ട് കേട്ടോ, പല ടൈപ്പ് പൂച്ചകൾ. പക്ഷേ പൂച്ചകളെല്ലാവരും കിടന്ന് ഉറങ്ങായിരുന്നു, ഇത് മാത്രം അങ്ങനെ എണീറ്റിരിക്കുന്നുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും നല്ല മയക്കത്തിലായിരുന്നു. പിന്നെ രോമമൊന്നും ഇല്ലാത്ത തൊലി മാത്രമുള്ള പൂച്ചയില്ലേ, അങ്ങനത്തെ ടൈപ്പ് പൂച്ചേനെയൊക്കെ കണ്ടു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കോഴി, നേരത്തെ പറഞ്ഞില്ലേ ഫ്രീക്ക് താറാവ്, അതുപോലെ കോഴികൾ. ഇത് ഇവർ വെട്ടി കൊടുത്തതൊന്നുമല്ല. ഞാൻ ചോദിച്ചു വിട്ടത് കണ്ടപ്പോൾ വെട്ടി കൊടുത്ത പോലെ നമുക്ക് തോന്നി. പക്ഷെ അത് വെട്ടിയതല്ല, അത് അങ്ങനത്തെ ഒരു ബ്രീഡാത്രേ, ഇങ്ങനത്തെ കോഴിയാണെന്ന് പറഞ്ഞത്. പക്ഷെ കളർ അവർ കൊടുത്തിട്ടുള്ളതാട്ടോ, എല്ലാം പല കളറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവർ നമുക്ക് കയ്യിലൊക്കെ വെച്ച് തരും. പിന്നെ അതുപോലെ പക്ഷികളുടെ കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും കയറാൻ പറ്റും. അവർ 2 ഡോറൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കയറ്റണത്. അത് കാണിക്കാൻ മക്കളതിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുഞ്ഞേ ടൈപ്പ് കുരങ്ങന്മാർ കേട്ടോ. അതിൻ്റെ പേരൊക്കെ ഉണ്ട്, സ്പെഷ്യലായിട്ടുള്ള പേരുകളുണ്ട്, അതൊക്കെ കൂടുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലും ചെറിയ കുരങ്ങൻ ഇനി വരുന്നുണ്ട്, അത് ഭയങ്കര ചെറുത്, നമ്മുടെ കൈപ്പത്തിയുടെ അത്രയേ ഉള്ളൂ. അതിൻ്റെ മുഖം അതിലേറെ ചെറുതായ, അതും കാണാം കേട്ടോ, അതിന് വരുന്ന കാഴ്ചകളാണ് അതൊക്കെ. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഒക്കെ നമുക്ക് കയ്യിലേക്ക് തരും, പിന്നെ നമുക്ക് ഫീഡ് ചെയ്യാം അങ്ങനെയൊക്കെ. അപ്പോൾ കുട്ടികൾക്കൊരു കണ്ടും തൊട്ടുമൊക്കെ ഒന്ന് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ അവർ പാമ്പിനെയൊക്കെ നമുക്ക് കഴുത്തിലിട്ട് തന്നു. അയ്യോ അത് ഭയങ്കരമായിരുന്നു, അതെല്ലാവരും അവിടെ ഭയങ്കര തിരക്കായിരുന്നു ആ ഭാഗത്ത്, അത് കാണാം. അപ്പോൾ ചേച്ചിയുടെ 2 മക്കളും പാമ്പിനെ കഴുത്തിലിട്ടു കേട്ടോ. ആദിത്യയും ദേവകുട്ടനും 2 ആളും അതിനെ ധൈര്യത്തോട് കൂടിയിട്ട് കഴുത്തിലിട്ടു. അതിനെ എന്താ അവർ ചെയ്തേക്കെന്ന് അറിയില്ല, വിഷം കളഞ്ഞിട്ടുണ്ടോ അതോ പല്ലെടുത്ത് മാറ്റിയിട്ടുണ്ടോ, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ മുഴുവനായിട്ട് കവർ ചെയ്യുന്നില്ല കേട്ടോ, കുറേ തരം പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നീണ്ട വാലുള്ള കോഴി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സ്പീഡിൽ കാണിക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ ഈ ഒരു സ്ഥലം. മെറൈൻ വേൾഡും ഇതും ഒന്നിച്ച് കാണണമെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ബീച്ചിലും പോവാം വൈകുന്നേരം. ബീച്ച് പിന്നെ തൊട്ട് തന്നെയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാം. മെറൈൻ വേൾഡും ഇതും ബീച്ച് 3ഉം തൊട്ട് തന്നെയാണ്, നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വെറുത്തായിരിക്കും ഈ ഒരു ട്രിപ്പ് ഇങ്ങനെ വരിക വെച്ചാൽ. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കുരങ്ങൻട്ടാ, ഞാൻ പറഞ്ഞില്ലേ കയ്യിൻ്റെ എത്ര വലിപ്പമുള്ളതെന്ന് പറഞ്ഞില്ലേ, അത്രയും വലിപ്പമുള്ളൊരു കുരങ്ങനാണ്. അപ്പോൾ അതിൻ്റെ മുഖം എത്രത്തോളം ഉണ്ടാവും, ചെറിയത് വളരെ ചെറിയ മുഖമാണ് അതിൻ്റെ കേട്ടോ. അപ്പോൾ പക്ഷികളുടെ കൂട്ടിലേക്ക് നമ്മളെ കയറ്റുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ചെറിയൊരു കൂട്ടിലേക്ക് നമ്മളെ കയറ്റി നിർത്തും, ഡോറടയ്ക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പക്ഷികൾക്കുള്ള മെയിൻ എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ തുറക്കുക. അതിൻ്റെ വാലും ഇതുപോലെ തിരിച്ച് വരുമ്പോഴൊക്കെ അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ മുകളിൽ കണ്ട പക്ഷികളിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാലൊന്നും പെടാതെ
നമ്മൾ ആ ഡോർ അടയ്ക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ തീറ്റ തരും, എന്നിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് വിടുക. അപ്പോൾ നമുക്ക് ആ തീറ്റ നമ്മളിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് കൊത്തി തിന്നാനായിട്ട് നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കും. പിന്നെ നമ്മൾ ഷെല്ലുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോഴും ഒക്കെ വന്ന് സൂക്ഷിക്കണം, അതൊക്കെ വന്ന് കൊത്തും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതേ ഒരെണ്ണം ചാന്ദ്രിയുടെ കയ്യിൽ വന്നിരുന്നിട്ട് തീറ്റ കഴിക്കുന്നുണ്ട്. ഇത് സൺകൊന്യൂറാണ് കേട്ടോ. ഇറങ്ങി വരുന്നിടത്തും അവിടെ ഒരു ജീവിനെ, എന്തോ ഒരു ജീവിട്ട് അതിനെ ഇതുപോലെ മേത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് മേത്ത് ഇങ്ങനെ എഴഞ്ഞൊക്കെ നടക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അതുപോലെ അതിനെ മേത്തിരുത്താം. അപ്പോൾ ഇത്രയാണ് ഫാം വില്ലത്തെ കാഴ്ചകളുള്ളത്. അപ്പോൾ ഇനി ഇവിടെ തൊട്ട് തന്നെയാണ് ചാവക്കാട് ബീച്ചുള്ളത്. അപ്പോൾ നമ്മൾ അവിടെയും കൂടി ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സന്ധ്യാസമയം ആവാറായിട്ടുള്ളൂ കേട്ടോ, 4:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെയും കൂടി ഒന്ന് ഇറങ്ങി അപ്പോൾ ഇത്തിരി നേരം കൂടി ഒന്ന് ചിലവഴിച്ച് അങ്ങനെ തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ ഫസ്റ്റ് തന്നെ പട്ടം വിൽക്കാനായിട്ട് ആദിലും ഡിക്കും നിൽക്കുന്നുണ്ടായിരുന്നു. 2 സെറ്റ് കുട്ടികൾ അവർ തന്നെ ഉണ്ടാക്കിയ പട്ടങ്ങളാണ് കേട്ടോ, അത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം ഉണ്ടാക്കിയ പട്ടങ്ങളാ? ഞാനും ഡിക്കും കൂടിയിട്ട് ഉണ്ടാക്കിയത് അല്ലേ? ഈ കാശൊക്കെ അതിൽ തന്നെ എടുക്കൂല്ലേ? ഡിക്കും നീയും കൂടിയിട്ട് എടുക്കൂ. എന്നിട്ട് എന്തൊക്കെ മേടിക്കാതുകൊണ്ട് ഉമ്മാക്ക് കൊടുക്കോ? നല്ല കുട്ടികളല്ലേ? ഏതാണ്ട് അവരുണ്ടാക്കി പട്ടങ്ങള്. Dikku and Adil. Okay. അപ്പോൾ സമയം 4:30 ആയ കാരണം അവിടെ നല്ല കാറ്റും പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പട്ടം കുറച്ച് പറന്നു നന്നായിട്ട്. അത് കഴിഞ്ഞപ്പോൾ അത് എന്താ പ്രശ്നമായിട്ട് നിലത്തേക്ക് വീണു. അപ്പോഴേക്കും അവർ അത് അവിടെ നിന്ന് വാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എല്ലാം. എന്നിട്ട് അവർ വന്ന് റെഡിയാക്കിയൊക്കെ തന്നു. പക്ഷെ എന്നാലും പട്ടം കുറച്ചും കൂടി പറത്തിയപ്പോൾ അവിടെ ഒരു നല്ല ഹൈറ്റിൽ അങ്ങോട്ട് പോയി, മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കുടുങ്ങിപ്പോയി. അതാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ ഒരു 6 മണി വരെയൊക്കെ അവിടെ ഒരു 1.5 മണിക്കൂർ ചിലവഴിച്ചിട്ടുണ്ട്. കുട്ടികൾ നന്നായിട്ട് കളിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് അങ്ങനെ തിരിച്ചു പോയി. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.